നിറവിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണം വൈവിധ്യമുള്ള സദ്യയോടെ പൂർണ്ണമാവുകയുള്ളൂ. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ 6 രസങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും ഓണസദ്യയിൽ സ്ഥാനം പിടിക്കുക. ഓണസദ്യയിലെ വിഭവങ്ങളും വിളമ്പൽ ശൈലിയും ഓരോ ജില്ലകളിലും വ്യത്യസ്തമാണ്. എങ്കിലും മിക്കയിടത്തും 20-ലധികം വിഭവങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഓണസദ്യയുടെ പ്രത്യേകത. ഉപ്പ്, കായ വറുത്തത്, ശർക്കര വരട്ടി, അച്ചാർ എന്നിവ തൂശനിലയിൽ ആദ്യം സ്ഥാനം പിടിക്കും. തോരനും മെഴുക്ക് വരട്ടിയും തൊടുകറികളും ചോറും കറികളും ചേരുന്നതോടെ ഓണസദ്യ പൂർണ്ണമാകും. സാമ്പാറും മോരും രസവും ഒഴിച്ച് ചോറ് കഴിച്ചതിന് ശേഷം പായസം കൂടി കുടിച്ചാൽ പിന്നെ സംഗതി കുശാലായി. ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സാധനമാണ് സദ്യ. അതിൽ പായസം, പിന്നെ എല്ലാ കൂട്ടുകളും കൂടെ കൂട്ടി കഴിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇങ്ങനെ ഇരുന്ന് പായസമൊക്കെ അതിലൊക്കെ ഒഴിച്ച് ഇലയിൽ ഒഴിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പായസം ഭയങ്കര ഇഷ്ടമാണ്. പാലട ഭയങ്കര ഇഷ്ടമാണ്. പഴപ്രഥമനും ഭയങ്കര ഇഷ്ടമാണ്. മൊത്തം എല്ലാ സദ്യയുടെ ഐറ്റംസും ആസ്വദിച്ച് ഇരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുക എന്നതാണ് ഓണാഘോഷത്തിൽ പ്രധാനം. പൂക്കളവും സദ്യയും പാട്ടുമെല്ലാമായി മലയാളികൾ ഓണം തകർത്താഘോഷിക്കുകയാണ്. അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.